ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ. അപ്പോൾ അത് നോക്കാം. ദ ലിക്വിഡ് പാർട്ടിക്കിൾസ് ഗ്രൂപ്പ് ദംസെൽസ് ഇൻ എ വെറൈറ്റി ഓഫ് വേസ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂട്ട് എ ഫ്ലോയിങ് സ്ട്രീം. അപ്പോൾ ലിക്വിഡ് പാർട്ടിക്കിൾസ് ഗ്രൂപ്പ് ചെയ്തിട്ട് അത് വെറൈറ്റി ഓഫ് വേയിൽ എന്ത് ചെയ്യും, ഒരു ഫ്ലോ സ്ട്രീമായിട്ട് മാറും അല്ലെങ്കിൽ ഫ്ലോ ചെയ്യും. അങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ ഇൻ സം കേസസ് ദ ലിക്വിഡ് പാർട്ടിക്കിൾസ് ബിഹേവ് ലൈക്ക് എ ഡിസിപ്ലിൻ സോൾഡിയേഴ്സ് ആൻഡ് ഇൻ അതർ കേസസ് ദ ലിക്വിഡ് മേ swirl ആൻഡ് ജോസ്റ്റിൽ ലൈക്ക് ദ ഇൻഡിവിജ്വൽസ് ഇൻ എ ഡിസോർഡർലി മോബ്. അപ്പോൾ ചില കേസിൽ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് എന്താ പറയുക, ഒരു ഓർഡറിൽ ആയിരിക്കും അല്ലെങ്കിൽ ഡിഫൈൻഡ് പാത്തിലായിരിക്കാം. ചില കേസിൽ അതൊരു ഡിസോർഡറിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇറഗുലർ പാത്തിലൂടെ ആയിരിക്കാം ഫ്ലോ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ വരാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിൽ നമുക്ക് ഫ്ലോയിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ആ ക്ലാസിഫിക്കേഷനാണ് താഴെ പറയുന്നത്. സ്റ്റഡി ആൻഡ് അൺസ്റ്റഡി ഫ്ലോ, യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം ഫ്ലോ, ലാമിനാർ ആൻഡ് ടർബുലന്റ് ഫ്ലോ, കംപ്രസിബിൾ ആൻഡ് ഇൻകംപ്രസിബിൾ ഫ്ലോ, റൊട്ടേഷണൽ ആൻഡ് ഇറൊട്ടേഷണൽ ഫ്ലോ, 1, 2 ആൻഡ് 3 ഡയമെൻഷണൽ ഫ്ലോ. അപ്പോൾ ഇതിൽ നോക്കുന്ന സമയത്ത് സ്റ്റഡി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അൺസ്റ്റഡി. അതേപോലെ യൂണിഫോമിന് നേരെ ഓപ്പോസിറ്റ് നോൺ യൂണിഫോം, അതേപോലെ കംപ്രസിബിൾ, ഇൻകംപ്രസിബിൾ, റൊട്ടേഷണൽ, ഇറൊട്ടേഷണൽ. അപ്പോൾ ഫസ്റ്റ് വൺ, സ്റ്റഡി ആൻഡ് അൺസ്റ്റഡി ഫ്ലോ. ഇതെന്താണെന്ന് നോക്കാം. സ്റ്റഡി ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ഫ്ലോ ഇസ് ഡിഫൈൻഡ് ആസ് ദ ടൈപ്പ് ഓഫ് ഫ്ലോ ഇൻ വിച്ച് ദ ഫ്ലൂയിഡ് ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് വെലോസിറ്റി, ഡെൻസിറ്റി, പ്രഷർ എക്സെട്ര അറ്റ് എ പോയിന്റ് ഡു നോട്ട് ചേഞ്ച് വിത്ത് ടൈം. അതായത് ഒരു ഫ്ലോ നമ്മൾ ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് വെലോസിറ്റി, ഡെൻസിറ്റി, പ്രഷർ, ഇത് മൂന്നുമാണ്. അപ്പോൾ ഇത് മൂന്നും ഒരു പോയിന്റിൽ ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ അതിനെ നമുക്ക് സ്റ്റഡി ഫ്ലോ എന്ന് വിളിക്കാൻ പറ്റും. അതായത് വെലോസിറ്റി, ഡെൻസിറ്റി, പ്രഷർ എക്സെട്ര അറ്റ് എ പോയിന്റ് ഡു നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം. അത്തരത്തിലുള്ള ഫ്ലോനെ നമുക്ക് സ്റ്റഡി ഫ്ലോ എന്ന് വിളിക്കാൻ പറ്റും. അതായത് സ്റ്റഡി ഫ്ലോയിൽ വെലോസിറ്റി അറ്റ് എ പോയിന്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പൊസിഷൻ ഓഫ് ദ പോയിന്റ് ഓൺലി ആൻഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടൈം. അപ്പോൾ ഇതിൽ വെലോസിറ്റി എന്ന് പറയുന്നത് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, പക്ഷേ ആ പൊസിഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. പൊസിഷൻ എന്താണെന്ന് പിന്നീട് പഠിക്കും. അപ്പോൾ മാത്തമാറ്റിക്കലി നമുക്ക് ഇതിനെ എങ്ങനെ പറയാൻ പറ്റും? വെലോസിറ്റി വി, ഡെൻസിറ്റി റോ, അതേപോലെ പ്രഷർ പി ആക്കി എടുത്തു കഴിഞ്ഞാൽ ഡി വി ബൈ ഡി ടി ഈക്വൽ ടു 0, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറയുന്നത് 0 ആണ്. അതേപോലെ ഡി റോ ബൈ ഡി ടി ഈക്വൽ ടു 0, ഡി പി ബൈ ഡി ടി ഈക്വൽ ടു 0. ഇനി അൺസ്റ്റഡി ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അൺസ്റ്റഡി ഫ്ലോ ആകുമ്പോൾ എന്തായിരിക്കും? ഇവിടെ ഡു നോട്ട് ചേഞ്ച് ആയിരുന്നു, അപ്പോൾ ഇവിടെ ചേഞ്ച് എന്ന് വരും. അൺസ്റ്റഡി ഫ്ലോ ഇസ് ഡിഫൈൻഡ് ആസ് എ ടൈപ്പ് ഓഫ് ഫ്ലോ ഇൻ വിച്ച് the fluid characteristics like velocity, density, pressure etc at a point changes. അത്രേ ഉള്ളൂ. സ്റ്റഡി ഫ്ലോയിൽ ഡു നോട്ട് ചേഞ്ച് ആയിരുന്നു, ഇവിടെ ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ നേരത്തെ ഈ ഡി വി ബൈ ഡി ടി ഈക്വൽ ടു 0 എന്ന് വന്നതിന് പകരം ഇവിടെ എന്ത് വരും? നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ മാത്തമാറ്റിക്കലി ഡി വി ബൈ ഡി ടി നോട്ട് ഈക്വൽ ടു 0, ഡി റോ ബൈ ഡി ടി നോട്ട് ഈക്വൽ ടു 0, ഡി പി ബൈ ഡി ടി നോട്ട് ഈക്വൽ ടു 0. ഇനി നെക്സ്റ്റ്, യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം ഫ്ലോ. ഇതെന്താണെന്ന് നോക്കാം. എ യൂണിഫോം ഫ്ലോ ഈസ് ഡിഫൈൻഡ് ആസ് ദ ടൈപ്പ് ഓഫ് ഫ്ലോ ഇൻ വിച്ച് ദ ഫ്ലൂയിഡ് ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് വെലോസിറ്റി, പ്രഷർ, ഡെൻസിറ്റി എക്സെട്ര അറ്റ് എ ഗിവൺ ഇൻസ്റ്റൻസ് റിമെയിൻസ് ദ സെയിം അറ്റ് ആൾ പോയിൻറ്റ്സ്. അതായത് ഇവിടെ യൂണിഫോം ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ വെലോസിറ്റി, പ്രഷർ, ഡെൻസിറ്റി എന്ന് പറയുന്ന ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിൽ സെയിം ആയിരിക്കും ഓൾ പോയിൻറ്റ്സ്, എല്ലാ ഭാഗത്തും. ഓക്കെ, സെയിം ആണെന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇല്ല എന്നർത്ഥം, അത് കോൺസ്റ്റൻ്റ് ആണെന്ന് അർത്ഥം. ഓക്കെ, അല്ലെങ്കിൽ ഓർ വി ക്യാൻ സേ ദാറ്റ് വെലോസിറ്റി, പ്രഷർ, ഡെൻസിറ്റി എക്സെട്ര അറ്റ് എനി ഗിവൺ ടൈം ഹാസ് ദ സെയിം വാല്യൂ അറ്റ് ആൾ പോയിൻറ്റ്സ് ആൻഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ സ്പേസ് പൊസിഷൻ. അതായത് ഒരു പർട്ടിക്കുലർ ടൈമിൽ എല്ലാ പോയിൻറ്റ്സിലും ഒരേ വാല്യൂ ആയിരിക്കും, അത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ സ്പേസ് പൊസിഷൻ, സ്പേസിലെ പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വെലോസിറ്റി വി ആക്കി എടുത്താൽ ഡി വി ബൈ ഡി എസ് അറ്റ് ടി ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഒരു പർട്ടിക്കുലർ ടൈമിൽ ടൈം കോൺസ്റ്റൻ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഡി വൈ ബൈ ഡി എസ് എന്ന് പറയുന്നത് 0 ആണ്. ഇനി ഡി പി ബൈ ഡി എസ് അറ്റ് ടി ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്, പർട്ടിക്കുലർ ടൈമിൽ അത് സെയിം, ദറ്റ് മീൻസ് 0. ഡി റോ ബൈ ഡി എസ് ഈക്വൽ ടു 0. ഇനി നോൺ യൂണിഫോം ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യൂണിഫോമിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇവിടെ അറ്റ് എ ഗിവൺ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം റിമെയിൻസ് സെയിം എന്നാണ്. അപ്പോൾ ഇവിടെ നോട്ട് റിമെയിൻസ് സെയിം, അതായത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇഫ് ദ ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് വെലോസിറ്റി, പ്രഷർ, ഡെൻസിറ്റി ഹാവ് ഡിഫറെൻറ്റ് വാല്യൂസ്, അവിടെ സെയിം വാല്യൂസ് ആയിരുന്നു യൂണിഫോമിൽ, നോൺ യൂണിഫോം ഡിഫറെൻറ്റ് വാല്യൂസ് അറ്റ് ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് അറ്റ് എ ഗിവൺ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം.
the flow is said to be non-uniform. അപ്പോൾ ഈ നേരെ മാത്തമാറ്റിക്കൽ ഇക്വേഷനൊക്കെ 0 എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. dv ബൈ ഡി എസ് അറ്റ് ടി ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് നോട്ട് ഈക്വൽ ടു 0. അതേപോലെ dp ബൈ ഡി എസ് അറ്റ് ടി ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ടൈം കോൺസ്റ്റൻറ്റ് ആണെങ്കിൽ നോട്ട് ഈക്വൽ ടു 0. ദെൻ d rho ബൈ ഡി എസ് അറ്റ് ടി ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നോൺ യൂണിഫോം ഫ്ലോ ആയി. ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ളത് ലാമിനാർ ആൻഡ് ടർബുലൻറ്റ് ഫ്ലോ. ഇത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. എ ലാമിനാർ ഫ്ലോ ഇസ് ഡിഫൈൻഡ് ആസ് എ ടൈപ്പ് ഓഫ് ഫ്ലോ ഇൻ വിച്ച് the fluid particles move in a layers gliding smoothly over the adjacent layer. The fluid particles in any layer move along a well defined path, streamlines, and all the streamlines are straight and parallel. The path of the individual particles do not cross each other. This type of flow is also called streamline flow or viscous flow. സ്ട്രീംലൈൻ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നേരെ നമ്മൾ ഫിഗറിലേക്ക് വരാം. സ്ട്രീംലൈൻ ഫ്ലോ അല്ലെങ്കിൽ ലാമിനാർ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ഫിഗർ നോക്കൂ. ലാമിനാർ ഫ്ലോയിൽ ഈ ആരോ മാർക്ക് കാണുന്നതെല്ലാം ഫ്ലോ ആണ്, ഫ്ലോ ഡയറക്ഷൻ. കണ്ടാ, ഇവിടെ ഓരോ ഫ്ലോ ചെയ്യുമ്പോൾ ഓരോ ലെയറുകളായിട്ടാണ് ഫ്ലോ ചെയ്യുക. അതൊരു ഇമാജിനറി കൺസെപ്റ്റാണ്. ഇത്തരം എല്ലാ ലെയറുകളും പിന്നെ പരസ്പരം ക്രോസ് ചെയ്യില്ല, സ്ട്രെയിറ്റ് ആയിരിക്കും, പാരലായിരിക്കും, ആ ഒരു വെൽ ഡിഫൈൻഡ് പാത്തിലായിരിക്കും. ഇങ്ങനെയുള്ള ഫ്ലോയിനെയാണ് നമ്മൾ ലാമിനാർ ഫ്ലോ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഡയഗ്രം നോക്കുക. ഇനി ടർബുലൻറ്റ് ഫ്ലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് പ്രത്യേകിച്ച് ഒരു ഡിഫൈൻഡ് പാത്ത് ഉണ്ടായിരിക്കില്ല. ഓരോ ലെയറും ഫ്ലോ ചെയ്യുന്നത് സ്ട്രെയിറ്റും പാരലൽ ആയിരിക്കില്ല, ഒരു ഇറഗുലർ ഷേപ്പിലായിരിക്കും, ഒരു ഡിസോർഡറിലായിരിക്കും. തൊട്ടടിയിൽ നോൺ ലാമിനാർ ഫ്ലോ, അതായത് ടർബുലൻറ്റ് ഫ്ലോ, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, ഒരു ഇറഗുലർ പാത്തിലൂടെയാണ് ഫ്ലോ ചെയ്യുന്നത്. പ്രത്യേകിച്ചൊരു വെൽ ഡിഫൈൻഡ് പാത്ത് ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ്, അപ്പോൾ ലാമിനാർ ഫ്ലോ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ളത് ടർബുലൻറ്റ് ഫ്ലോ. ടർബുലൻറ്റ് ഫ്ലോ ഈസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഫ്ലോ ദാറ്റ് ഒക്കേഴ്സ് in nature. This flow is characterized by random, erratic, unpredictable, zigzag motion. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. റാൻഡം ആയിരിക്കും, അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും, അതേപോലെ സിഗ്സാഗ് മോഷൻ ആയിരിക്കും ഓഫ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് വിച്ച് റിസൾട്ട്സ് ഇൻ എഡീസ് ഫോർമേഷൻ വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ ഹൈ എനർജി ലോസ്. ഇതിൽ തന്നെ ഇത്തരത്തിൽ ഇങ്ങനെ റാൻഡമായിട്ടൊക്കെ മൂവ് ചെയ്യുമ്പോൾ, സിഗ്സാഗ് പാത്തിലൂടെ മൂവ് ചെയ്യുമ്പോൾ എഡി ഫോർമേഷൻ ഉണ്ടാവും. അത് ഹൈ എനർജി ലോസിന് കാരണമാവും. ദർ ഈസ് എ ജനറൽ മിക്സിംഗ് അപ്പ് ഓഫ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ഇൻ മോഷൻ. ദ വെലോസിറ്റി ചേഞ്ചസ് ഇൻ ദ ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഫ്രം പോയിന്റ് ടു പോയിന്റ്. വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറും, അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡും മാറും. ഓരോ പോയിന്റ് ടു പോയിന്റ് വെലോസിറ്റിയുടെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും മാറും. ദർ ഈസ് നോ കണ്ടിന്യൂസ് കൊളീഷൻ ബിറ്റ്വീൻ ദർ ഈസ് എ കണ്ടിന്യൂസ് കൊളീഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്. ഈ പാർട്ടിക്കിൾസ് തമ്മിൽ ഡയറക്ഷനൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറുന്നതുകൊണ്ട് തന്നെ പരസ്പരം ക്രോസ് ചെയ്യും ലെയറുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കണ്ടിന്യൂസ് കൊളീഷൻ ഉണ്ടായിരിക്കും ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് തമ്മിൽ. ഇനി ഈ ഫ്ലോ എപ്പോഴാണ് ലാമിനാർ നിന്ന് ടർബുലൻ്റ് ആവുന്നത്? ലാമിനാർ ഫ്ലോ വെലോസിറ്റി കൂടുമ്പോഴാണ് ടർബുലൻറ്റ് ഫ്ലോ ആയിട്ട് മാറുന്നത്. ഓക്കെ, in a turbulent flow, the distinguished characteristics of turbulence is its irregularity. And irregularity ആണ് അതിൻ്റെ distinguished characteristic എന്ന് പറയുന്നത്. Indefinite and frequency and not definite observable pattern. This type of flow cannot be mathematically analyzed. ഇത് നമുക്ക് മാത്തമാറ്റിക്കലായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റില്ല. ഫ്ലോ ഓഫ് വാട്ടർ ഇൻ റിവേഴ്സ് ഈസ് ജനറലി ടർബുലൻറ്റ്. സാധാരണ റിവറിലൂടെയുള്ള വാട്ടറിൻ്റെ ഫ്ലോ ഒക്കെ ടർബുലൻറ്റ് ഫ്ലോ ആയിട്ടാണ് കണക്കാക്കാറുള്ളത്. ഫ്ലോ ഓഫ് വാട്ടർ ഇൻ പൈപ്സ് അറ്റ് ഹൈ വെലോസിറ്റി ഈസ് ടർബുലൻറ്റ്. അതുപോലെ ഹൈ വെലോസിറ്റിയിൽ പൈപ്പിലൂടെ ഫ്ലോ ചെയ്യുന്നതും ടർബുലൻറ്റ് ഫ്ലോ ആണ്. പിന്നെ അതേപോലെ ടർബുലൻറ്റ് ഫ്ലോക്ക് കുറേ എക്സാമ്പിൾസ് ഇവിടെ പറയുന്നുണ്ട്. ഇനി നോക്കാം. ആസ് ദ വെലോസിറ്റി ഓഫ് വാട്ടർ ഇൻ എ പൈപ്പ് ഈസ് ഗ്രാജുവലി ഇൻക്രീസസ് ദ ഫ്ലോ വിൽ ചേഞ്ച് ഫ്രം ലാമിനാർ ടു ടർബുലൻറ്റ് ഫ്ലോ. ഞാൻ നേരത്തെ പറഞ്ഞു, സാധാരണ ലാമിനാർ ഫ്ലോൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് അത് ടർബുലൻറ്റ് ഫ്ലോ ആയിട്ട് മാറുന്നത്. അപ്പോൾ നോക്കുക, ദ വെലോസിറ്റി അറ്റ് വിച്ച് ദ ഫ്ലോ ചേഞ്ചസ് ഫ്രം ലാമിനാർ ടു ടർബുലൻറ്റ് ഫ്ലോ ഇൻ എ പൈപ്പ് ഈസ് കാൾഡ് ക്രിട്ടിക്കൽ വെലോസിറ്റി. ഒരു പൈപ്പിലൂടെ ഫ്ലോ ചെയ്യുന്ന ലാമിനാർ ഫ്ലോൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് അത് ടർബുലൻറ്റ് ഫ്ലോ ആയി മാറുന്ന സമയത്ത് ടർബുലൻറ്റ് ഫ്ലോ മാറുന്ന വെലോസിറ്റിക്കാണ് എന്ന് പറയുക ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുന്നത്. അതായത് ഫ്ലോ ചേഞ്ചസ് ഫ്രം ലാമിനാർ ടു ടർബുലൻറ്റ്, ലാമിനാറിൽ നിന്ന് ടർബുലൻറ്റിലേക്ക് മാറുന്ന ആ വെലോസിറ്റിക്കാണ് ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുന്നത്. The type of flow that exists in any case depends upon the value of a non-dimensional number called Reynolds number. ഈ ടൈപ്സ് ഓഫ് ഫ്ലോ നമ്മൾ തീരുമാനിക്കുന്നത് ഒരു നോൺ ഡയമെൻഷണൽ നമ്പർ ഉപയോഗിച്ചിട്ടാണ്. ആ നമ്പറിനാണ് റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ റെയ്നോൾഡ്സ് നമ്പറിൻ്റെ ഇക്വേഷൻ ഇതാണ്. റെയ്നോൾഡ്സ് നമ്പർ ആർ ഇ സീക്വൽ ടു റോ വി ഡി ബൈ മ്യൂ. റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി, വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി, ഡി ഡയമീറ്റർ ഓഫ് ദ പൈപ്പ്, മ്യൂ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. അപ്പോൾ ഈ റെയ്നോൾഡ്സ് നമ്പറിൻ്റെ നോക്കിയിട്ടാണ് ഫ്ലോ ലാമിനാർ ആണോ ടർബുലൻ്റ് ആണോ നമ്മൾ കണ്ടെത്തുന്നത്.
ഓക്കെ, ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ള കംപ്രസിബിൾ ആൻഡ് ഇൻകംപ്രസിബിൾ ഫ്ലോ നോക്കുക. എ ഫ്ലൂയിഡ് ഇൻ വിച്ച് ദ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ചേഞ്ചസ് ഫ്രം പോയിന്റ് ടു പോയിന്റ് ഈസ് കാൾഡ് കംപ്രസിബിൾ ഫ്ലോ. ഓർ ഇൻ അതർ വേഴ്സ് ദ ഡെൻസിറ്റി ഈസ് നോട്ട് കോൺസ്റ്റൻറ്റ് ഫോർ ദ ഫ്ലൂയിഡ്. ഒരു ഫ്ലോയിൽ ഡെൻസിറ്റി കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? കംപ്രസിബിൾ ഫ്ലോ എന്ന് വിളിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ചേഞ്ചസ് ഫ്രം പോയിന്റ് ടു പോയിന്റ്, ഓരോ പോയിന്റിലും ഡെൻസിറ്റി മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ഡെൻസിറ്റി കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ അത് കംപ്രസിബിൾ ഫ്ലോ ആണ്. സോ ഇൻകംപ്രസിബിൾ ഫ്ലോ എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. പിന്നെ എ ഫ്ലോ ഇൻ വിച്ച് ദ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഈസ് കോൺസ്റ്റൻറ്റ് ഡ്യൂറിങ് ദ ഫ്ലോ ഈസ് കാൾഡ് ഇൻകംപ്രസിബിൾ ഫ്ലോ. അപ്പോൾ ഡെൻസിറ്റി റോ ആണ്. ഇപ്പോൾ മാത്തമാറ്റിക്കലി കംപ്രസിബിൾ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് അല്ല, ദാറ്റ് മീൻസ് റോ നോട്ട് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഇൻകംപ്രസിബിൾ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ മാത്തമാറ്റിക്കലി ഫോർ ഇൻകംപ്രസിബിൾ ഫ്ലോ ഡെൻസിറ്റി റോ ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഇനി സാധാരണ ലിക്വിഡ്സ് ഇൻകംപ്രസിബിൾ ഫ്ലോ ആണ്. ആൾ ലിക്വിഡ്സ് ആർ ജനറലി കൺസിഡേർഡ് ടു ഹാവ് ഇൻകംപ്രസിബിൾ ഫ്ലോ. ലിക്വിഡ്സ് ഒക്കെ സാധാരണ ഇൻകംപ്രസിബിൾ ഫ്ലോ ആണ്, ഡെൻസിറ്റി ചേഞ്ച് ചെയ്യില്ല. പക്ഷേ ഗ്യാസസ് കംപ്രസിബിൾ ആണ്. ആൾ ഗ്യാസസ് ആർ ജനറലി കൺസിഡേർഡ് ടു ഹാവ് കംപ്രസിബിൾ ഫ്ലോ. ഗ്യാസസ് ആണെങ്കിൽ അതിൻ്റെ ഡെൻസിറ്റി ഓരോ പോയിന്റിലും മാറിക്കൊണ്ടിരിക്കും, കോൺസ്റ്റൻ്റ് ഇല്ല. അപ്പോൾ അത് കംപ്രസിബിൾ ഫ്ലോ ആണ് ഗ്യാസിൽ ഉണ്ടാവുക. ലിക്വിഡ്സിൽ ഇൻകംപ്രസിബിൾ ഫ്ലോ ആണ് ഉണ്ടാവുക. അപ്പോൾ ഇത്രയാണ് ടൈപ്സ് ഓഫ് ഫ്ലോ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ.